ഏത് രൂപത്തിൽ അവതരിച്ചാലും അതിനെ നിഗ്രഹിക്കേണ്ടത് ഈശ്വരന്മാരുടെ ധർമ്മമാണ്. അഹന്തയുടെ മൂർത്തുകളായി പിറക്കുന്ന ആരെയും ധർമ്മപരിപാലനത്തിന് തടസ്സമായി നിൽക്കാൻ പ്രപഞ്ചശക്തികൾ അനുവദിക്കില്ല. കംസൻ ക്രൂരതയുടെ വിളനിലമായിരുന്നു. ആ നിഗ്രഹം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് നിയോഗം, കംസ നിഗ്രഹ നിയോഗം. ആർട്ടിസ്റ്റ് പെരുമൻ A.T. വിജയകുമാറിന്റെ വിരൽത്തുമ്പുകളിൽ വിരിഞ്ഞ വിസ്മയ ചാരുത. എട്ടാമത്തെ പുത്രൻ നമ്മുടെ അമ്പകളാവുന്ന അശരീരം ഉണ്ടായിരിക്കുന്നത് ആശ്ചര്യം തന്നെ. നിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന ഒരു ജീവനും നാം ഭൂമിയിൽ ബാക്കി വെച്ചേക്കില്ല. എവിടെ എവിടെ നിന്റെ കുഞ്ഞ്? കരുണയുണ്ടാകണേ പ്രഭു. ഇതുവരെ ജനിച്ച പിഞ്ചോമനകളെല്ലാം അവിടുന്ന് നിഷ്കരണം വധിച്ചു. ഇതിനെങ്കിലും ജീവനോട് തരാൻ കഴിവുണ്ടാകുന്നു. ആണായാലും പെണ്ണായാലും നമ്മുടെ നാശത്തിന് കേടുവെന്ന് കണ്ടാൽ ഒന്ന് കാൽവിളിക്കേക്കുന്ന ആത്മമോക്ഷത്തിന് നാരായണ മന്ത്രം മാത്രമേ തുണയുള്ളൂ. എന്നാൽ അത് നിനക്ക് അന്യമാണ്. അധർമ്മങ്ങളെ അകറ്റി നിർത്താൻ അവതാരമെടുക്കുന്ന ഈശ്വരന്മാർ. തിന്മ ഏത് രൂപത്തിൽ അവതരിച്ചാലും അതിനെ നിഗ്രഹിക്കേണ്ടത് ഈശ്വരന്മാരുടെ ധർമ്മമാണ്. അഹന്തയുടെ മൂർത്തുകളായി പിറക്കുന്ന ആരെയും ധർമ്മപരിപാലനത്തിന് തടസ്സമായി നിൽക്കാൻ പ്രപഞ്ചശക്തികൾ അനുവദിക്കില്ല. കംസൻ ക്രൂരതയുടെ വിളനിലമായിരുന്നു. യദുകുലനാഥനായ കൃഷ്ണന്റെ മാതൃസ്ഥാനത്ത് വിലസിയിട്ട് പോലും ആ നിഗ്രഹം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് നിയോഗം, കംസ നിഗ്രഹ നിയോഗം. ആർട്ടിസ്റ്റ് പെരുമൻ A.T. വിജയകുമാറിന്റെ വിരൽത്തുമ്പുകളിൽ